ആക്രമിക്കപ്പെട്ട ദിവസം നടി ധരിച്ചിരുന്ന വസ്ത്രങ്ങളിൽ നിന്ന് ലഭിച്ച ശരീരസ്രവവും പൾസർ സുനിയുടെ രക്തപരിശോധനയുടെ സാമ്പിളും ഒന്നാണെന്ന് കണ്ടെത്തി. ഫോറൻസിക് പരിശോധനയിലാണ് ഈ നിർണായക വിവരം ലഭിച്ചത്. ഇതോടെ കേസിൽ പൾസർ ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പായതായി നിയമവിദഗ്ധർ പറയുന്നു. നടി ആക്രമിക്കപ്പെട്ട ദിവസം ധരിച്ചിരുന്ന വസ്ത്രങ്ങളിൽ നിന്ന് ലഭിച്ച ശരീരസ്രവവും പൾസർ സുനിയുടെ രക്തപരിശോധനയുടെ സാമ്പിളും ഒന്നാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഫോറൻസിക് പരിശോധനയിലാണ് ഈ നിർണായകമായ വിവരം ലഭിച്ചത്. കേസന്വേഷണത്തിൽ ഇത് ഏറെ നിർണായകമായ തെളിവാണെന്ന് പോലീസ് വിലയിരുത്തുന്നു. നടി ധരിച്ചിരുന്നത് ഒരു ഫാൻസി ടൈപ്പ് വസ്ത്രമാണ്. ഈ വസ്ത്രത്തിലെ വലതുഭാഗത്തായിട്ടായിരുന്നു പൾസറിന്റെ ശരീരസ്രവം ഉണ്ടായിരുന്നത്. പ്രതി പിടിയിലായ ശേഷം സുനിയുടെ രക്തസാമ്പിൾ പോലീസ് ശേഖരിച്ചിരുന്നു. വസ്ത്രത്തിലെ ശരീരസ്രവവും സുനിയുടെ രക്തവും തമ്മിൽ ക്രോസ് മാച്ച് ചെയ്തതോടെ കേസിൽ പൾസർ ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പായതായി നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. DNA പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത് കൺക്ലൂസീവ് എവിഡൻസ് ആണ്. DNA പ്രൊഫൈലിംഗ് ചെയ്തിട്ടുള്ള ലബോറട്ടറിയിലെ കെമിസ്റ്റ് എന്ന് പറയുന്നത് IPC 293 വകുപ്പ് പ്രകാരം ലിസ്റ്റ് ചെയ്യപ്പെട്ട കെമിസ്റ്റുകൾ ഒന്നാണെങ്കിൽ അത് പ്രൂഫായിട്ട് കോടതിക്ക് അദ്ദേഹത്തെ വിസ്തരിക്കാതെ തന്നെ എടുക്കാവുന്ന നിയമത്തിലെ വ്യവസ്ഥയുണ്ട്. അല്ലെങ്കിൽ DNA ചെയ്തതിന്റെ പ്രൊസീജിയറിനെ പറ്റി. പക്ഷേ DNAയുടെ റിസൾട്ട് എന്ന് പറയുന്നത് കൺക്ലൂസീവ് എവിഡൻസ് ആണ്. പ്രതി ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിച്ച മൊബൈൽ ഫോണും മെമ്മറി കാർഡും പോലീസിന് കണ്ടെടുക്കാനായിട്ടില്ല. എന്നാൽ ആക്രമണ ദിവസത്തിന്റെ തൊട്ടു പിറ്റേന്ന് പ്രതി ദൃശ്യങ്ങൾ മറ്റൊരു മെമ്മറി കാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാവിലെ 9 മണിയോടെയാണ് ദൃശ്യങ്ങൾ മറ്റൊരു മെമ്മറി കാർഡിലേക്ക് മാറ്റിയതെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായി. 1 മിനിറ്റിൽ താഴെ ദൈർഘ്യമുള്ള 6 ക്ലിപ്പുകളാണ് മെമ്മറി കാർഡിൽ നിന്നും ഫോറൻസിക് റിട്രാക്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വീണ്ടെടുത്തത്. ദൃശ്യങ്ങൾ ചിത്രീകരിക്കും മുമ്പ് കാറിലുള്ള മറ്റു പ്രതികളോട് പൾസർ സുനി മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ക്ലിപ്പിലുടനീളം നടിയുടെ വിതുമ്പൽ കേൾക്കാം. തനിക്ക് തലവേദന എടുക്കുന്നു എന്ന് നടി ദയനീയമായി പറയുന്നിടത്താണ് ദൃശ്യങ്ങൾ അവസാനിക്കുന്നത്. DNA ഫലങ്ങളിലെ സാമ്യതയും മെമ്മറി കാർഡിലെ ശബ്ദശകലവും പ്രതിയായ പൾസർ സുനിയുടേതെന്ന് തിരിച്ചറിഞ്ഞതോടെ പ്രോസിക്യൂഷന്റെ നിർണായക തെളിവായി ഇവ രണ്ടും മാറുകയാണ്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. നടി ആക്രമിക്കുന്നതിന് മുൻപ് പൾസർ സുനി വിളിച്ച 4 നമ്പറുകളുമായും അപ്പുണ്ണിക്ക് ബന്ധമുണ്ടെന്ന കാര്യം പോലീസ് തിരിച്ചറിഞ്ഞതായാണ് സൂചന. തന്റെ നമ്പറിൽ നിന്ന് വിളിച്ചത് ദിലീപാണെന്ന് അപ്പുണ്ണി മൊഴി നൽകിയതായും വിവരമുണ്ട്. പൾസർ സുനി നിരന്തരമായി വിളിച്ചിരുന്ന ഫാൻസി നമ്പറുകളിൽ ഒന്ന് നാദർഷയുടേതെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ദിലീപ് ആലുവയിലെ വീട്ടിലാണുള്ളത്. എന്നാൽ കാവ്യ എവിടെയാണെന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരമില്ല. 2016 ജൂൺ 23 മുതൽ പൾസർ സുനി വിളിച്ച ഫോൺ കോളുകളുടെ പരിശോധനയിലാണ് നടി ആക്രമിക്കപ്പെട്ട ദിവസം വരെ ഏകദേശം 16 ഫോൺ കോളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ഇതിൽ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുടെ അടക്കം 4 ഫോണുകളിലേക്ക് പൾസർ സുനി സ്ഥിരമായി വിളിക്കാറുണ്ടായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മാത്രമല്ല, കൃത്യം നടത്തിയതിനു ശേഷം പൾസർ സുനി ദിലീപിന്റെ അടുപ്പക്കാരെ വിളിച്ചിരുന്നതായും പോലീസ് സ്ഥിരീകരിച്ചു. ഈ ഫോൺ വിളികളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ദിലീപിനെയും നാദർഷയെയും 13 മണിക്കൂർ ചോദ്യം ചെയ്തതിലും വൈരുദ്ധ്യം ഉണ്ടെന്ന് തെളിഞ്ഞ സാഹചര്യത്തിലാണ് വീണ്ടും ഇരുവരെയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. കാവ്യ മാധവന്റെ കാക്കനാട്ടെ ലക്ഷ്യ എന്ന ഓൺലൈൻ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ നിന്നും പോലീസ് കണ്ടെടുത്ത മെമ്മറി കാർഡിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം കാവ്യയിലേക്കും അമ്മ ശ്യാമളയിലേക്കും നീങ്ങുന്നത്. നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ കാക്കനാട്ടെ ഷോപ്പിൽ നൽകിയതായി പൾസർ സുനി പറയുകയും ചെയ്തിരുന്നു. ഇത് സ്ഥിരീകരിച്ച അന്വേഷണ സംഘം അന്വേഷണം കൂടുതൽ സിനിമാക്കാരിലേക്ക് നീങ്ങുകയാണ്. അതിനിടെ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് ദിലീപ് നൽകിയ ഫോൺ സംഭാഷണം എഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നും പോലീസ് വീണ്ടും പരിശോധിക്കും. പൾസർ സുനിയുടെ ഫോൺ സംഭാഷണവും ലക്ഷ്യയിലെ റെയ്ഡും സുനിയുടെ കത്തിന്റെയും പശ്ചാത്തലത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് ദിലീപിനെയും നാദർഷയെയും മാനേജർ അപ്പുണ്ണിയെയും കാവ്യയെയും അമ്മയെയും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജോർജേട്ടൻ സ്പൂരം എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയത് ഡ്രൈവറായെന്ന് സ്ഥിരീകരണം. ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ചുമതല വഹിച്ചിരുന്ന മുരുകനെ പോലീസ് ചോദ്യം ചെയ്തു. 2 ദിവസങ്ങളിലാണ് പൾസർ സുനി ലൊക്കേഷനിലെത്തിയത്. പോലീസിന് ലഭിച്ച ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ തൃശൂരിലെ ക്ലബ്ബ് ജീവനക്കാരെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് പൾസർ സുനി ജോർജേട്ടൻ സ്പൂരം എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ കൂടുതൽ ദിവസങ്ങൾ ചെലവഴിച്ചതായി സ്ഥിരീകരണം ഉണ്ടായത്. ലൊക്കേഷനിലെ ഡ്രൈവർക്ക് പകരമാണ് സുനി 2 ദിവസം സെറ്റിലെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രൊഡക്ഷൻ കൺട്രോളർ മുരുകനെ പോലീസ് ചോദ്യം ചെയ്തു. പൾസർ സുനി ലൊക്കേഷനിൽ ഉണ്ടായിരുന്നെന്നും വ്യക്തമായിട്ടുണ്ട്. സിനിമാ സെറ്റിൽ വെച്ചാണ് സുനിക്ക് കൊട്ടേഷൻ ലഭിച്ചതെന്ന വിലയിരുത്തലിലാണ് പോലീസ്. ഇത് ശരിവയ്ക്കുന്ന ശക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജോർജേട്ടൻ സ്പൂരത്തിന്റെ മറ്റ് ലൊക്കേഷനുകളിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു. പൾസർ സുനിയുടെ സഹതടവുകാരൻ ജിൻസൺ കോടതിയിൽ നൽകിയ മൊഴി പുറത്ത്. 3 ദിവസം തുടർച്ചയായി നാദർഷ, അപ്പുണ്ണി എന്നിവരെ പൾസർ സുനി വിളിച്ചു. സെല്ലിനുള്ളിൽ വെച്ചായിരുന്നു ഫോൺ വിളി. നാദർഷയുമായി സുനി പ്രതിഫലത്തിന്റെ കാര്യം സംസാരിച്ചിരുന്നു. കാവ്യയുടെ കടയിൽ എന്തോ സാധനം ഏൽപ്പിച്ചുവെന്ന കാര്യം സുനി പറയുന്നത് താൻ കേട്ടുവെന്നും ജിൻസന്റെ മൊഴിയിലുണ്ട്.
പൾസർ സുനിയുടെ സഹതടവുകാരനായിരുന്ന ജിൻസൺ ആലുവ കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. നാദിർഷയ്ക്കും അപ്പുണ്ണിക്കും കേസിൽ പങ്കുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെന്ന് ജിൻസൺ മൊഴി നൽകി. 3 ദിവസം തുടർച്ചയായി സുനി നാദിർഷയെയും അപ്പുണ്ണിയെയും വിളിച്ചിരുന്നു. പ്രതിഫലത്തെക്കുറിച്ച് നാദിർഷയോട് സംസാരിച്ചു. തുകയെക്കുറിച്ച് അവർ തമ്മിൽ തർക്കമുണ്ടായതായി അറിയില്ലെന്നും ജിൻസന്റെ രഹസ്യമൊഴിയിൽ പറയുന്നു. കാവ്യയുടെ സ്ഥാപനത്തിൽ എന്തോ കൊടുത്തെന്ന് പറയുന്നത് താൻ കേട്ടു. ദിലീപ്, നാദിർഷ എന്നിവരുമായി മറ്റ് ചില ഇടപാടുകൾ ഉണ്ടെന്ന് സുനി പറഞ്ഞതായും ജിൻസന്റെ രഹസ്യമൊഴിയിലുണ്ട്. മാഡം എന്നുദ്ദേശിക്കുന്നത് കാവ്യയുടെ അമ്മേനെയാണോ കാവ്യനാണോ എന്നുള്ളതൊന്നും മാഡം എന്നുള്ള വേർഡൊന്നും അവിടെ യൂസ് ചെയ്തിട്ടില്ല. കാവ്യയുടെ പേര് അവിടെ വിളിച്ചപ്പോ യൂസ് ചെയ്തായിരുന്നു. കാവ്യയുടെ കടയിൽ നിന്നും പറഞ്ഞിട്ടൊരു വേർഡ് ഞാൻ കേട്ടിരുന്നു. പണം ആവശ്യപ്പെട്ടുള്ള കത്ത് ദിലീപിന് നേരിട്ടെത്തിക്കാനായിരുന്നു ആദ്യ ശ്രമമെന്നും ജിൻസന്റെ മൊഴിയിൽ പറയുന്നു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് ലഭിച്ചിരിക്കുന്ന പ്രധാന തെളിവാണ് ജിൻസന്റെ രഹസ്യമൊഴി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പൂർണ്ണമായും തെളിവുകൾ കിട്ടിയാൽ മാത്രമേ കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യൂ എന്ന് DGP ലോക്നാഥ് ബെഹ്റ. അറസ്റ്റ് വേണമോ എന്ന് അന്വേഷണ സംഘം തീരുമാനിക്കും. അന്വേഷണം ശരിയായ ദിശയിലാണെന്നും DGP വ്യക്തമാക്കി. Going on in full swing, and that I cannot say now. That investigation team will do. See, you understand this. It's a team. ആ ടീമിലെ ഇൻവെസ്റ്റിഗേഷന് അറിയുന്ന ആൾക്കാർ തന്നെയാണ്. They sit together. They decide these things, and this is to be done in the best way. അത് നമുക്ക് കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് that they are doing. All reports, whatever is coming, is a different matter. But the thing is that the investigation is going on full swing. കലാഭവൻ മണി ഉണ്ടായിരുന്നെങ്കിൽ തന്റെയും ദിലീപിന്റെയും നിരപരാധിത്വം തെളിയിക്കാൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്നേനെയെന്ന് സംവിധായകനായ നാദിർ ഷാ. ഫേസ്ബുക്കിലൂടെയാണ് നാദിർ ഷയുടെ പ്രതികരണം. മണിയുടെ മൃതദേഹത്തിന് അരികിൽ നാദിർ ഷയും ദിലീപ് നിൽക്കുന്ന ചിത്രവും ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. പിന്നീട് നാദിർ ഷാ ഈ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ അജു വർഗീസിനെതിരെ കേസ്. ആക്രമിക്കപ്പെട്ട നടിയുടെ പേര് സമൂഹമാധ്യമത്തിലൂടെ വെളിപ്പെടുത്തിയതിനാണ് കേസ്. മുൻ DGP സെൻകുമാറിനെതിരെ ADGP B സന്ധ്യ. നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സെൻകുമാറിന്റെ പ്രസ്താവനകൾ അവാസ്തവമെന്ന് സന്ധ്യ. IG ദിനേന്ദ്ര കശ്യപും ആലുവ റൂറൽ SP AV ജോർജും ക്രൈംബ്രാഞ്ച് SP സുദർശനും പങ്കെടുത്ത യോഗത്തിന്റെ വിവരങ്ങൾ അപ്പോൾ തന്നെ സെൻകുമാറിനെ അറിയിച്ചിരുന്നുവെന്നും 26-ന് IGയും SPയും പോലീസ് ആസ്ഥാനത്തെത്തി അന്വേഷണ പുരോഗതി അറിയിച്ചിരുന്നുവെന്നും സന്ധ്യ DGP ബെഹ്റയ്ക്ക് നൽകിയ കത്തിൽ സൂചിപ്പിക്കുന്നു. DGP സ്ഥാനമൊഴിഞ്ഞതിന് പിന്നാലെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണ പുരോഗതി താൻ പോലും അറിഞ്ഞിരുന്നില്ലെന്ന സെൻകുമാറിന്റെ പരാമർശത്തിനെതിരെയാണ് ADGP B സന്ധ്യ രംഗത്ത് വന്നിരിക്കുന്നത്. ഇക്കാര്യം വിശദീകരിച്ച് സന്ധ്യ DGPക്ക് കത്ത് നൽകി. ആലുവ പോലീസ് ക്ലബിൽ കഴിഞ്ഞ 12-ന് അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നതിനായി യോഗം ചേർന്നിരുന്നു. IG ദീനേന്ദ്ര കശ്യപ്, ആലുവ റൂറൽ SP AV ജോർജ്, ക്രൈംബ്രാഞ്ച് SP സുദർശൻ എന്നിവർ പങ്കെടുത്ത യോഗം നടക്കുമ്പോൾ സെൻകുമാർ ഫോണിൽ വിളിക്കുകയും അന്വേഷണ പുരോഗതി അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ 26-ന് തിരുവനന്തപുരത്ത് IGയും SPയും നേരിട്ടെത്തി DGPയെ അന്വേഷണ പുരോഗതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് സെൻകുമാർ ഇത്തരത്തിൽ പ്രതികരിച്ചതെന്ന് മനസ്സിലാകുന്നില്ലെന്നും കത്തിൽ സൂചിപ്പിക്കുന്നു. കേസിന്റെ ഭാഗമായി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നിരന്തരം യോഗങ്ങൾ ചേർന്നാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അന്വേഷണത്തിന് ഏകോപനമില്ലെന്ന് കാണിച്ച് മുൻ DGP സെൻകുമാർ കഴിഞ്ഞ 30-ന് B സന്ധ്യയോട് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് മറുപടിയായാണ് ADGP B സന്ധ്യ പുതിയ DGPക്ക് കടുത്ത ഭാഷയിൽ മറുപടി നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തനിക്കെതിരായ പരാമർശങ്ങളിൽ മുൻ DGP TP സെൻകുമാറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ADGP ടോമിൻ ജെ തച്ചങ്കരി. പോലീസ് സേനയുടെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച ശേഷം പുറത്തിറങ്ങി സേനയുടെ അന്തസ്സ് കളയുന്ന പ്രസ്താവന നടത്തരുതെന്നും തച്ചങ്കരി പറഞ്ഞു. നാദിർ ഷയെ കൊച്ചിയിലെത്തി കണ്ടിരുന്നു എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തച്ചങ്കരി പ്രതികരിച്ചില്ല. പോലീസ് അസോസിയേഷൻ കൊല്ലം റൂറൽ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു നിലവിലെ വിവാദങ്ങൾക്ക് തച്ചങ്കരി മറുപടി പറഞ്ഞു തുടങ്ങിയത്. പോലീസ് സേനയുടെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച ശേഷം പുറത്തിറങ്ങി സേനയുടെ അന്തസ്സ് കളയുന്ന പ്രസ്താവന ആരും നടത്തരുത്. ഒരു വ്യക്തിയല്ല കേരള പോലീസ്. നമ്മൾ ഒരിക്കലും നമുക്കന്നം തരുന്ന നമ്മുടെ സേനയെ നമ്മളാകുന്ന രീതിയിൽ വാക്കുകൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ ഭാവനകൾ കൊണ്ടോ പോലും അപജയപ്പെടുത്തുവാൻ അനുവദിക്കരുത്. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് അതേ പറയാനുള്ളൂ. വീട്ടിൽ പറയേണ്ട കാര്യങ്ങൾ പൊതുജനത്തിന് മുന്നിൽ പറഞ്ഞ് വിഴുപ്പലക്കരുത്. തനിക്ക് ശേഷം പ്രളയമെന്ന് ആരും കരുതുകയും ചെയ്യരുത്. പക്ഷേ ഇതൊക്കെ താൽക്കാലികമാണ്. പച്ചയില പഴുത്ത് നിലത്ത് വീഴുന്നു. ആദ്യത്തെ ദിവസങ്ങളിൽ അത് മഞ്ഞ നിറമുണ്ട്. പിന്നെ അതിൽ അണുക്കൾ കയറും, ജീർണിക്കും, മണ്ണോടറിയും.
ഇതൊരു പ്രപഞ്ച തത്വമാണ്. ഈ തത്വത്തിൽ നമുക്ക് വിശ്വസിച്ചേ പറ്റൂ. പുസ്തകമെഴുതി പ്രശസ്തരാവാനാണ് ചിലരുടെ ശ്രമമെന്നും ജേക്കബ് തോമസിനെ വിമർശിച്ചുകൊണ്ട് തച്ചങ്കരി പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഒരു സ്റ്റൈലാ, ഏതാ പുതിയ സ്റ്റൈൽ, പുസ്തകം എടുത്ത ഇങ്ങനത്തെ ഡയലോഗുകൾ. മാധ്യമപ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞപ്പോഴായിരുന്നു ടി.പി. സെൻകുമാറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തച്ചങ്കരി വ്യക്തമാക്കിയത്. സമകാലിക പ്രശ്നങ്ങളോട്ടൊന്നും യാതൊരു ബന്ധമില്ല. സമകാലിക പ്രശ്നങ്ങളിൽ ഞാൻ നിയമ നടപടികൾ സ്വീകരിക്കും. അതേസമയം നാദൃഷയെ കണ്ടിരുന്ന എന്ന ചോദ്യത്തിന് ടോമിൻ തച്ചങ്കരി പ്രതികരിച്ചില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചരക്ക് സേവന നികുതിയുടെ പേര് പറഞ്ഞ് സാധനങ്ങൾക്ക് MRPയേക്കാൾ കൂടുതൽ വില ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ചരക്ക് സേവന നികുതി വന്നതോടെ ബഹുഭൂരിപക്ഷം നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുറയേണ്ടതാണെന്നും മന്ത്രി വ്യക്തമാക്കി. നികുതിയുടെ പേരിൽ ഹോട്ടലുകൾ അമിത വില ഈടാക്കുന്ന വിഷയത്തിൽ അസോസിയേഷനുകളുമായി സർക്കാർ ചർച്ച നടത്തുമെന്നും ധനമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചരക്ക് സേവന നികുതിയുടെ പേരിൽ സംസ്ഥാനത്ത് വ്യാപാരികൾ ഉപഭോക്താക്കളെ കൊള്ളയടിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടുവെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. ചരക്ക് സേവന നികുതി നിലവിലുള്ള നികുതിയേക്കാൾ കുറഞ്ഞതാണ്. അതിനാൽ സാധനങ്ങളുടെ വില ഒരിക്കലും ഉയരുകയില്ല. കൂടാതെ MRP വിലയേക്കാൾ കൂടുതൽ വില ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കാനുമാവില്ല. ഇങ്ങനെ ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ആരെങ്കിലും MRP വിലയേക്കാൾ കൂടുതൽ വില ഈടാക്കുന്നത് നിയമവിരുദ്ധമാണ്. ആൻറ്റി പ്രോഫിറ്റേറിംഗ് ക്ലോസിൽ നടപടിക്ക് വിധേയമാകാവുന്നതാണ്. യഥാർത്ഥത്തിൽ GSTയുടെ പേരിൽ ഒരുപക്ഷെ തെറ്റിദ്ധാരണ കൊണ്ടാവാം. എന്തുകൊണ്ടായാലും വലിയ തോതിൽ ലാഭ മാർജിൻ വർധനയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ വിലക്കയറ്റത്തിലേക്ക് നയിക്കും. നികുതി ഇളവിലുണ്ടായ നേട്ടം കച്ചവടക്കാരുടെ ലാഭവർധനയിലേക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഉപഭോക്താക്കൾക്ക് അതിന്റെ ഗുണം ലഭിക്കുന്നില്ല. ഹോട്ടലുകളിൽ വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം നിലവിലില്ല. ഇക്കാര്യത്തിൽ ഹോട്ടൽ അസോസിയേഷനുകളുമായും വ്യാപാരി സംഘടനകളുമായും ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. GSTയുടെ പേരിൽ ഉപഭോക്താക്കളെ കൊള്ളയടിച്ചാൽ സംസ്ഥാന സർക്കാരിന് നിയമപരമായി യാതൊന്നും ചെയ്യാനാവില്ലെന്ന നിസ്സഹായ അവസ്ഥയും മന്ത്രി അറിയിച്ചു. ഇല്ലില്ല, സ്റ്റേറ്റിന് ആക്ഷൻ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി പ്രോഫിറ്റേറിംഗ് നടപടിക്കുള്ള അതോറിറ്റിക്ക് ചട്ടങ്ങൾ രൂപം നൽകിയിട്ടുണ്ട്. അവരാണ് സംസ്ഥാനങ്ങളിൽ അതോറിറ്റികൾ സ്ഥാപിക്കേണ്ടത്, നമ്മളെ സംസ്ഥാന സർക്കാരല്ല. ലോകത്ത് എവിടെയൊക്കെയാണോ GST നടപ്പാക്കിയിട്ടുള്ളത് അവിടങ്ങളിലെല്ലാം വിലക്കയറ്റമാണ് ഫലമായി ലഭിച്ചതെന്നും ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പള്ളി തർക്കത്തിൽ യാക്കോബായ സഭയ്ക്ക് തിരിച്ചടി. കോലഞ്ചേരി അടക്കമുള്ള തർക്കമുണ്ടായ പള്ളികൾ ഭരിക്കേണ്ടത് 1934 മലങ്കര സഭ ഭരണഘടനാ പ്രകാരമെന്ന് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചു. 1913 കരാർ അനുസരിച്ച് പള്ളി ഭരിക്കാൻ അനുവദിക്കണമെന്ന് യാക്കോബായ സഭയുടെ ആവശ്യം സുപ്രീം കോടതി തള്ളി. നിർണായകമായ വിധിന്യായം എഴുതാൻ കോടതിയുടെ അവധിക്കാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വന്നതായി ജസ്റ്റിസുമാർ. മലങ്കര ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കത്തിലാണ് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത്. പള്ളിഭരണം സംബന്ധിച്ച് ഇരുസഭകൾ തമ്മിൽ തർക്കമുള്ള കോലഞ്ചേരി, വരിക്കോലി, മണ്ണത്തൂർ പള്ളികളിലെ ഭരണം നടത്തേണ്ടത് 1934 മലങ്കര സഭ ഭരണഘടനാ പ്രകാരമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. ഇത് സംബന്ധിച്ച് 1995 സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി മാത്രമേ നിലനിൽക്കൂ. ഈ വിധി അംഗീകരിക്കാതെ 1913 ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ പള്ളി ഭരിക്കാൻ അനുവദിക്കണമെന്ന യാക്കോബായ സഭയുടെ വാദം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. പള്ളി ഭരണത്തിനായി 2002 യാക്കോബായ സഭ രൂപീകരിച്ച ഭരണഘടന നിലനിൽക്കില്ലെന്നും വിധിന്യായത്തിൽ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. 1934 മലങ്കര സഭ ഭരണഘടന മാറ്റം വരുത്താനും സുപ്രീം കോടതി തയ്യാറായില്ല. 100ഓളം പള്ളികളിൽ ഇരുസഭകളും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. വിധി ഇവയെയും ബാധിക്കും. വിധിന്യായം എഴുതാൻ കോടതിയുടെ ഇക്കഴിഞ്ഞ അവധിക്കാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വന്നതായി ബെഞ്ചിലുണ്ടായിരുന്ന ജസ്റ്റിസ് മിശ്ര പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോടതി വിധി സ്വാഗതാർഹമെന്ന് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ. കലഹം കൊണ്ട് പ്രയോജനമില്ല. വിധി സർക്കാർ നടപ്പിലാക്കി തരുമെന്ന് വിശ്വസിക്കുന്നു. കോടതി വിധിയും ഭരണഘടനയുമാണ് സമാധാനത്തിന് അടിസ്ഥാനമെന്നും രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളടക്കം ഏതാണ്ടൊക്കെ എല്ലാവർക്കും അത് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ 1934 ഭരണഘടന സാധുവാണെന്നും മറ്റ് ഒരു ഉടമ്പടിക്കോ മറ്റു വിധത്തിലുള്ള ഏതെങ്കിലും സംഘടനയുടെ നിയമങ്ങൾക്കോ ഒന്നും തന്നെ മലങ്കര സഭയിൽ സ്ഥാനമില്ല, പിന്നെ സ്വത്തുക്കൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്.
സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുമായി സർക്കാർ നാളെ ചർച്ച നടത്തും. ഈ മാസം 11 മുതൽ പണിമുടക്ക് നടത്താൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് സർക്കാർ ഇടപെടൽ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നഴ്സുമാർ നടത്തിവരുന്ന സമരം 6ാം ദിവസത്തിൽ എത്തി. സർക്കാർ ചർച്ചയിൽ പ്രതീക്ഷയർപ്പിക്കുന്നതായി UNA വ്യക്തമാക്കി. വേതന വർധനവ് ആവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന സമരം 6ാം ദിനത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ അടിയന്തര ചർച്ച വിളിച്ചത്. നാളെ വൈകിട്ട് 4 മണിക്ക് തൊഴിൽ മന്ത്രി TP രാമകൃഷ്ണന്റെ സാന്നിധ്യത്തിലാണ് ചർച്ച നടക്കുക. നേരത്തെ നഴ്സുമാരുമായും മാനേജ്മെന്റ് പ്രതിനിധികളുമായും സർക്കാർ ഈ മാസം 20-നാണ് ചർച്ച നടത്താൻ തീരുമാനിച്ചത്. സർക്കാർ വിളിച്ച ചർച്ചയിൽ പ്രതീക്ഷയർപ്പിക്കുന്നതായി യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ വ്യക്തമാക്കി. UNA സെക്രട്ടറി CB 27-ാം തീയതി കൂടി IRCയിലും അങ്ങനെ തന്നെയാണ് തീരുമാനവും വന്നിരുന്നത്. സർക്കാർ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഞങ്ങളെ നാളത്തെ ചർച്ചയിൽ ഇതിലൊരു തീരുമാനമാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സർക്കാർ നാളെ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കാൻ മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ മാസം 11-ന് നഴ്സുമാർ പണിമുടക്ക് സമരം പ്രഖ്യാപിച്ചിരുന്നു. പനി പടരുന്ന സാഹചര്യത്തിൽ പണിമുടക്ക് സമരം ആശുപത്രികളുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുമെന്നതാണ് സർക്കാർ വിലയിരുത്തൽ. മാസശമ്പളം 22,000 രൂപയാക്കണമെന്നതാണ് നഴ്സുമാരുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് ലേബർ കമ്മീഷണറുമായി 4 തവണ ചർച്ച നടത്തിയെങ്കിലും മാനേജ്മെന്റിന്റെ നിലപാട് കാരണം ചർച്ച പരാജയപ്പെടുകയായിരുന്നു. തുടർന്നാണ് സർക്കാർ തലത്തിലേക്ക് ചർച്ച മാറ്റാൻ തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന്റെ മികച്ച കുട്ടി കർഷകയ്ക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയതിന്റെ സന്തോഷത്തിലാണ് ഇടുക്കി കൊന്നത്തടി പഞ്ചായത്തിലെ അഞ്ജു തോമസ് എന്ന വിദ്യാർത്ഥിനി. +2 കഴിഞ്ഞ ഈ കൊച്ചുമിടുക്കിക്ക് കൃഷി ഓഫീസറാകണമെന്നാണ് ആഗ്രഹം. രാജകുമാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 12ാം തരം പഠിച്ചിറങ്ങിയ അഞ്ജു തോമസ് സംസ്ഥാന സർക്കാരിന്റെ മികച്ച കുട്ടി കർഷകയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ്. 5ാം ക്ലാസ് മുതലാണ് അഞ്ജു കാർഷിക രംഗത്തേക്ക് ഇറങ്ങിയത്. വീടിനോട് ചേർന്നുള്ള സ്ഥലത്താണ് കൃഷി ആരംഭിച്ചത്. വിളവെടുപ്പ് വിജയകരമായപ്പോൾ കൃഷി വിപുലീകരിച്ചു. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി. പാഠപുസ്തകത്തിൽ നിന്ന് ലഭിച്ച അറിവുകൾ സ്വന്തം കൃഷിയിടത്തിൽ തന്നെ പരീക്ഷിച്ച് ബോധ്യപ്പെട്ടു. കൃഷി ഓഫീസറാകണം എന്നാണ് അഞ്ജുവിന്റെ ആഗ്രഹം. ജില്ലാ അവാർഡും ഇപ്പോൾ മികച്ച വിദ്യാർത്ഥിക്കുള്ള സംസ്ഥാനതല അവാർഡും ഞാൻ കരസ്ഥമാക്കി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് BSc അഗ്രികൾച്ചറിനുള്ള ഒരു അഡ്മിഷൻ കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ. വെണ്ട, പാവൽ, പയർ, ലെറ്റ്യൂസ്, പാക്കോയി, സെലറി തുടങ്ങി 80-ലധികം സ്വദേശിയും വിദേശിയുമായ പച്ചക്കറികളാണ് അഞ്ജുവിന്റെ കൃഷിയിടത്തിൽ സമൃദ്ധമായി വിളയുന്നത്. ഒപ്പം ജാതി, കുരുമുളക് തുടങ്ങിയ നാണ്യവിളകളും പഴവർഗ്ഗങ്ങളുമുണ്ട്. കൂടാതെ കൂൺകൃഷി, മത്സ്യകൃഷി, കോഴി, താറാവ്, ആട്, പശു തുടങ്ങിയവയുടെ പരിപാലനവും അഞ്ജുവിനുണ്ട്. പാറക്കൽ തോമസ് വിൽസമ്മ ദമ്പതികളുടെ മകളാണ് ഈ കൊച്ചുമിടുക്കി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.